ഓർമ്മകളിൽ വിൻസെന്റ് എന്ന നടൻ. ഓർക്കുന്നുണ്ടോ വിൻസെന്റ് എന്ന നടനെ? 70കളിൽ ആക്ഷൻ ഹീറോയായും റൊമാൻറ്റിക് ഹീറോയായും മലയാള സിനിമയിൽ തിളങ്ങിയ നടൻ. അദ്ദേഹം ഓർമ്മയായിട്ട് 2016 ആഗസ്റ്റ് 30-ന് 25 വർഷം തികയുകയാണ്. 1991 ആഗസ്റ്റ് 30-നായിരുന്നു വിൻസെന്റ് എന്ന ഹീറോ നമ്മെ വിട്ടുപിരിഞ്ഞ് യാത്രയായത്. 1969-ൽ പ്രേം നസീർ നായകനായ റെസ്റ്റ് ഹൗസ് എന്ന മലയാള സിനിമയിലൂടെയാണ് വിൻസെന്റ് എന്ന നടൻ സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് 1970-ൽ സ്വപ്നങ്ങൾ, മൂടൽ മഞ്ഞ്, ഭീകര നിമിഷങ്ങൾ, എറണാകുളം ജംഗ്ഷൻ, മധുവിധു, മൂന്ന് പൂക്കൾ തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയിലെ ഹീറോയായി മാറുകയായിരുന്നു വിൻസെന്റ്. റൊമാൻറ്റിക് ഹീറോയായും ആക്ഷൻ ഹീറോയായും തിളങ്ങിയിട്ടുള്ള വിൻസെന്റ് സത്യൻ, പ്രേം നസീർ, മധു, ജയൻ, MG സോമൻ, സുധീർ, രാഘവൻ, കമലഹാസൻ തുടങ്ങിയവരുടെ സമകാലികൻ. ഇവരുടെ സിനിമകളിൽ നായകനായും ഉപനായകനായും അഭിനയിച്ചിട്ടുണ്ട് വിൻസെന്റ്. ഷീല, ജയഭാരതി, വിജയശ്രീ, വിധുബാല, റാണി ചന്ദ്ര, ലക്ഷ്മി, ശ്രീവിദ്യ തുടങ്ങിയ നായികമാരായിരുന്നു വിൻസെന്റ് നായകനായ സിനിമകളിൽ നായിക വേഷങ്ങളിൽ അഭിനയിച്ച നായികമാർ. ഈ നായികമാരെല്ലാം വിൻസെന്റിന്റെ ഹിറ്റ് പ്രണയ നായികമാർ ആയിരുന്നു. IV ശശി എന്ന ഹിറ്റ് മേക്കർ സംവിധായകന്റെ കന്നി ചിത്രമായ ഉത്സവം എന്ന സിനിമയിലും ജോഷിയുടെ കന്നി ചിത്രമായ ടൈഗർ സലീം എന്ന സിനിമയിലും നായകതുല്യ വേഷത്തിൽ വിൻസെന്റ് അഭിനയിച്ചിരുന്നു. അഴകുള്ള സെലീന എന്ന സിനിമയിൽ വിൻസെന്റ് നായകനും പ്രേം നസീർ വിൻസെന്റിന്റെ വില്ലനായും അഭിനയിച്ചിട്ടുണ്ട്. അംഗീകാരം എന്ന സിനിമയിൽ ശ്രീദേവിയുടെ കാമുകനും അച്ഛനുമായി ഡബിൾ റോളിൽ വിൻസെന്റ് അഭിനയിച്ചിട്ടുണ്ട്. ഭൂഗോളം തിരിയുന്നു, അയൽക്കാരി, ടൈഗർ സലീം, കാലചക്രം, അടിയൊഴുക്കുകൾ, ഉണരൂ, ഇനിയും കാണാം തുടങ്ങിയ സിനിമകൾ വിൻസെന്റ് മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത സിനിമകളാണ്. 70കളിൽ വിൻസെന്റ് നായകനായി അഭിനയിച്ച സിനിമകൾ എവർഗ്രീൻ ഹിറ്റുകളായിരുന്നു. 70കളിൽ റൊമാൻറ്റിക് ഹീറോയായും ആക്ഷൻ ഹീറോയായും മലയാള സിനിമയിൽ തിളങ്ങിയ വിൻസെന്റ് 80കളിൽ ക്യാരക്ടർ വേഷങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. 1991-ൽ മമ്മൂട്ടി നായകനായ ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയായിരുന്നു വിൻസെന്റ് അവസാനമായി അഭിനയിച്ച സിനിമ. എറണാകുളത്ത് എടവനക്കാടാണ് വിൻസെന്റിന്റെ സ്വദേശം. വിൻസെന്റ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും വിൻസെന്റ് അഭിനയിച്ച സിനിമകളും ഗാനരംഗങ്ങളും ആ സുന്ദരമായ ചിരിയും നമ്മുടെ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും മായില്ല. വിൻസെന്റിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഗുഡ് ബൈ.